ഒരു സിനിമ ഹിറ്റായാൽ അടുത്ത 4 സിനിമകൾ വരെ ഫ്ലോപ്പ് ആയിരിക്കുമെന്ന് മാധ്യമങ്ങൾ വരെ പുച്ഛിച്ച നടൻ. മുത്തച്ഛനുമംഗളും തെലുങ്ക് സിനിമയുടെ നെടുംതൂണുകളായതുകൊണ്ട് മാത്രം പരാജയങ്ങൾ മുങ്ങിയിട്ടും തുടരെ സിനിമകൾ ലഭിക്കുന്നുവെന്ന് പരാതി. തടിയുടെ പേരിലും കാണാനൊരു സിനിമാ നടന്റെ സോ കോൾഡ് സൗന്ദര്യമില്ല എന്ന പേരിലും നിരന്തരം വേട്ടയാടപ്പെടുകയും കളിയാക്കപ്പെടുകയും ചെയ്ത നടൻ നന്ദമുരി തരക രാമറാവു ജൂനിയർ എന്ന ജൂനിയർ NTR. ആ പരാജയങ്ങളെയും കളിയാക്കലുകളെയും മറികടന്ന് ഇന്ന് തെലുങ്ക് സിനിമയിൽ 1ാം നിരയിൽ സ്ഥാനം നേടിയെടുത്തിരിക്കുകയാണ് ആ നടൻ. യങ് ടൈഗർ എന്ന് തെലുങ്ക് പ്രേക്ഷകർ സ്നേഹത്തോടെ വിളിക്കുന്ന NTR ഇന്ന് തുടരെ ഹിറ്റടിക്കുന്ന ബോക്സ് ഓഫീസിലെ ഗ്യാരണ്ടി സ്റ്റാറാണ്. വിജയ സിനിമകളിൽ നിന്ന് പുച്ഛിച്ചവർക്ക് മുന്നിൽ 1400 കോടി മൂല്യമുള്ള സിനിമയുടെ ഭാഗമായി ഗ്ലോബൽ സ്റ്റാറായി പുതിയൊരു അധ്യായം എഴുതി. സ്റ്റുഡന്റ് നമ്പർ 1, സിംഹാദ്രി, യമദൊങ്ക തുടങ്ങി ചുരുക്കം ചില ചിത്രങ്ങൾ മാത്രമായിരുന്നു ജൂനിയർ NTRന് ആദ്യകാലത്ത് വിജയങ്ങളായി ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം പരാജയങ്ങൾ. രാഖി എന്ന ചിത്രത്തിലെ രാഖി രാഖി എന്ന ഗാനത്തിലെ NTRന്റെ എക്സ്പ്രഷനുകളെല്ലാം ട്രോളുകളായി മാറി. അയാളുടെ അഭിനയത്തെയും നിലനിൽപ്പിനെയും വരെ ഇത് ചോദ്യം ചെയ്യുന്നു. ജൂനിയർ NTRന്റെ കരിയറിനെ 2ആയി തരംതിരിക്കാം. ടെമ്പറിന് മുൻപും ടെമ്പറിന് ശേഷവും. 2015, കൃത്യമായി പറഞ്ഞാൽ ടെമ്പർ റിലീസിന് മുൻപ് വരെ തീർത്തും തെലുങ്ക് സ്റ്റൈലിലുള്ള ഓവർ ദ ടോപ്പായ സിനിമകളായിരുന്നു ജൂനിയർ NTRന്റെ സംഭാവനകൾ. അറുബോറും തിരക്കഥയും നെറ്റ് ചുളിപ്പിക്കുന്ന റൊമാൻസും ഫിസിക്സിനെയും ലോജിക്കിനെയും മറക്കുന്ന ഫൈറ്റുകളുമായിരുന്നു എല്ലാ ജൂനിയർ NTR സിനിമകളെയും സ്ഥിരം കാഴ്ച. സിനിമകൾ മാറുന്നതല്ലാതെ അഭിനയമോ കഥാപാത്ര നിർമ്മിതിയോ തെല്ലുമേ മാറാത്ത അവസ്ഥ. അവിടേക്കാണ് പുരി ജഗന്നാഥ് എന്ന കൊമേഴ്ഷ്യൽ കിങ് മേക്കർ ടെമ്പറിലൂടെ ജൂനിയർ NTRനെ പുതുക്കി പണിയുന്നത്. തടിയുടെ പേരിൽ കളിയാക്കിയവർക്ക് മുന്നിൽ 6 പാക്ക് വെച്ച് അയാൾ ഞെട്ടിച്ചു. ചിത്രത്തിലെ കറപ്റ്റ് പോലീസ് ഓഫീസറായ ദയ അന്ന് വരെ കണ്ട രക്ഷകനായ നായകനായിരുന്നില്ല. അല്പം വില്ലനിസവും കലർന്ന ദയ ജൂനിയർ NTRലെ അഭിനേതാവിനാണ് ഊന്നൽ കൊടുത്തത്. തുടർച്ചയായ പരാജയങ്ങളിൽ നിന്ന് ടെമ്പർ ജൂനിയർ NTRനെ എന്നേക്കുമായി കരകയറ്റി. പിന്നീട് അയാൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. നാനക് പ്രേമതോ, ജനതാ ഗാരേജ്, ജയ് ലവകുശ, അരവിന്ദ സമേത എന്നീ സിനിമകൾ വൻ വിജയമായി 100 കോടി ക്ലബ്ബുകളിൽ തുടർച്ചയായി ഇടം പിടിക്കാൻ ആരംഭിച്ചതോടെ ബോക്സ് ഓഫീസിൽ മൂല്യമുള്ള താരമായി ജൂനിയർ NTR. ജനതാ ഗാരേജിലൂടെ മോഹൻലാലിനൊപ്പമെത്തി മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റുവാനും ജൂനിയർ NTRനായി. തൻ്റെ ഘനഗാംഭീര്യമായ ശബ്ദത്തിൽ തിയേറ്റർ പിടിച്ചു കുലുക്കും വണ്ണം ജൂനിയർ NTRന്റെ ഡയലോഗ് ഡെലിവറിയിൽ മാറ്റമുണ്ടായി. ഫൈറ്റ് സീനുകളിൽ പെർഫെക്ഷൻ വന്നു തുടങ്ങി. അരവിന്ദ സമേതയിലെ ആദ്യ ഫൈറ്റിൽ തുടങ്ങുന്ന മാസ് സിനിമയുടെ അവസാനം വരെയും ജൂനിയർ NTR ഭദ്രമായി കൊണ്ടുപോകുന്നുണ്ട്. നായികയും കുടുംബത്തെയും വില്ലന്മാർ തട്ടിക്കൊണ്ടു പോകുമ്പോൾ മറുതലയ്ക്കിൽ നിന്ന് ഒരൊറ്റ ഫോൺ കോളിലൂടെ അവരെ ഭയപ്പെടുത്തുന്ന സീൻ ഏറ്റവും കൺവിൻസിംഗ് ആകുന്നതും അത് ജൂനിയർ NTR ചെയ്യുന്നത് കൊണ്ടാണ്. ഒരു ട്രെയിൻഡ് കുച്ചിപ്പുടി ഡാൻസർ കൂടിയാണ് ജൂനിയർ NTR. അസാമാന്യമായ മെയ്വഴക്കത്തോടെ പാട്ടിനൊത്ത് അയാൾ ചുവട് വയ്ക്കുമ്പോൾ കണ്ണിമ വെട്ടാതെ ആരും നോക്കിയിരുന്നു പോകും. ലോകം മുഴുവൻ ചുവട് വെച്ച നാട്ടുനാട്ടുവിലെ ബ്രെത്ത് ടേക്കിംഗ് സ്റ്റെപ്പിനെ അവിശ്വസനീയമായ വിധം അവതരിപ്പിച്ചത് ആർക്കാണ് മറക്കാനാവുക? ഇങ്ങനെ പരാജയങ്ങളെയും പരിഹാസങ്ങളെയും മറികടന്നെത്തുന്ന ജൂനിയർ NTR തൻ്റെ കരിയറിലെ അടുത്ത വമ്പൻ റിലീസിനായി ഒരുങ്ങിയിരിക്കുകയാണ്. ദേവര. RRRന്റെ വൻ വിജയത്തിന് ശേഷം എത്തുന്ന ചിത്രം. 6 വർഷത്തിനു ശേഷമുള്ള ജൂനിയർ NTRന്റെ സോളോ റിലീസ്. ദേവരയ്ക്ക് കാത്തിരിക്കാൻ കാരണങ്ങൾ ഏറെയാണ്. ചിത്രത്തിൽ ഡബിൾ റോളിലാണ് ജൂനിയർ NTR എത്തുന്നത്. തെലുങ്ക് സിനിമയിൽ നിലനിൽക്കുന്ന ഒരു അന്ധവിശ്വാസമുണ്ട്. രാജമൗലിയുടെ ഒരു വിജയ സിനിമയ്ക്ക് ശേഷം ആ ചിത്രത്തിലെ നായകന്റെ അടുത്ത ചിത്രം പരാജയപ്പെടും എന്നതാണത്. പ്രഭാസ്, രാംചരൺ, രവിതേജ, നാനി തുടങ്ങിയവരുടെയും ജൂനിയർ NTRന്റെ ഫിലിമോഗ്രഫി ചൂണ്ടിക്കാണിച്ചാണ് പലരും ഇത് പറയുന്നത്. എന്നാൽ ചില സിനിമകൾ വിജയിക്കും, ചിലത് പരാജയപ്പെടുമെന്നതിനപ്പുറം ഒന്നുമില്ലെന്ന് കരുതുന്നവരുമുണ്ട്. എന്തായാലും ദേവരയിലൂടെ രാജമൗലി കേഴ്സ് എന്ന അന്ധവിശ്വാസത്തെ കൂടി ജൂനിയർ NTR പൊളിക്കുമോ എന്നതും ദേവരയ്ക്കായുള്ള ആകാംക്ഷ കൂട്ടുന്നു. പാൻ ഇന്ത്യൻ റിലീസായെത്തുന്ന ദേവര വിജയിച്ചാൽ അത് ജൂനിയർ NTRന് മുന്നിൽ തുറന്നിടുക പുതിയൊരു അധ്യായമായിരിക്കും. പ്രശാന്ത് നീലുമായുള്ള ചിത്രവും ബോളിവുഡിൽ ഹൃത്തിക് റോഷനൊപ്പമുള്ള വാർ 2ാം ഭാഗവും ലൈനപ്പിലുള്ള ജൂനിയർ NTR മുന്നോട്ട് കാണുന്നത് വലിയ ഉയരങ്ങളാണ്.